ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ തിയറി പോർഷൻ നോക്കിയിരുന്നു. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, അതേപോലെ ക്യാപിറ്റൽ അസറ്റ് എന്താണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, എക്സ്ക്ലൂഷൻസ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഒരു ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം. ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്, പ്രോഫിറ്റ്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്തായിരിക്കും, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് നമുക്ക് എന്തോരം പ്രോഫിറ്റ് കിട്ടി, അതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. സാധാരണ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം എങ്കിൽ നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് എക്സ്പെൻസ് ആണല്ലോ പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് എക്സ്പെൻസ്. കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ലാൻഡ് വാങ്ങിച്ചു. 10 lakh റുപ്പീസിനാണ് ഞാൻ ആ ഒരു ലാൻഡ് വാങ്ങുന്നത്. ഓക്കെ, ഇനി ഞാനത് വിൽക്കണത് 15 lakh റുപ്പീസിന്. അപ്പോൾ സെയിൽസ് എന്ന് പറയുമ്പോൾ ഏതാ, 15 lakh റുപ്പീസും എക്സ്പെൻസ് ഏതാണ്, ഞാനത് വാങ്ങിക്കാൻ ഉപയോഗിച്ച ആ ഒരു 10 lakh റുപ്പീസും. ഇനി ഇത് രണ്ടിലും ഇടയിൽ വരുന്നതാണ് ആ ഒരു പ്രോഫിറ്റ്. അതായത് ഞാൻ 10 lakh റുപ്പീസിന് വാങ്ങിച്ച സാധനം ഞാൻ 15 lakh റുപ്പീസിനാണ് വിൽക്കാൻ പോകുന്നത്. അതിൻ്റെ അർത്ഥം 5 ലക്ഷം രൂപ ആർക്ക് ലാഭം കിട്ടി, എനിക്ക് ലാഭം കിട്ടി. ആ 5 ലക്ഷമാണ് എന്ത്, പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സെല്ലിംഗ് പ്രൈസ് ആയ ഈ ഒരു 15 lakhൽ നിന്ന് നമ്മൾ വാങ്ങിച്ച പൈസ 10 lakh സബ്ട്രാക്ട് ചെയ്തു, മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിയത്. ഈ ഒരു സിമ്പിൾ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കിയേ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈക്വൽ ടു നെറ്റ് സെയിൽസ് പ്രൊസീഡ്. നെറ്റ് സെയിൽസ് പ്രൊസീഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾക്ക് എത്രയാണോ വിറ്റ് കിട്ടിയ പൈസ. ഈ നെറ്റ് സെയിൽസ് പ്രൊസീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വിറ്റ് കിട്ടിയ പൈസ മൊത്തം എടുക്കാൻ പറ്റില്ല. എനിക്ക് വിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചിലവ് വന്നു എന്ന് വെച്ചോ, സെല്ലിംഗ് എക്സ്പെൻസ് എന്തെങ്കിലും വന്നു എന്ന് വെച്ചോ, അതാ ഒരു വിറ്റ് കിട്ടിയ പൈസയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 15 lakh റുപ്പീസാണ് ആ ഒരു ലാൻഡിൻ്റെ പൈസ എനിക്ക് വിറ്റപ്പോൾ കിട്ടിയത്. പക്ഷെ അത് വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒന്നും കിട്ടാണ്ട് ഞാൻ ബ്രോക്കറിന് പൈസ കൊടുക്കേണ്ടി വന്നു. അതൊരു 1 lakh റുപ്പീസ് കൊടുക്കേണ്ടി വന്നു എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ആ ഒരു സെയിൽസ് പ്രൊസീഡിൽ നിന്ന് 1 lakh റുപ്പീസ് ഞാൻ ആർക്ക് കൊടുത്തു, ബ്രോക്കറിന് കൊടുത്തു. സോ അത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും നെറ്റ് സെയിൽസ് പ്രൊസീഡ്. അപ്പം അങ്ങനെയുള്ള കേസിൽ എൻ്റെ സെയിൽസിൻ്റെ എമൗണ്ട് എത്ര എനിക്ക് എഴുതാൻ പറ്റുള്ളൂ, 14 lakh എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നെറ്റ് സെയിൽസ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് സെയിൽസിൽ നിന്ന് നമ്മൾ സെല്ലിംഗ് എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. അത്രയേ ഉള്ളൂ ആ ഒരു കോൺസെപ്റ്റ്. ഇനി അതിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് എക്സ്പെൻസ്? ഒരു ലാൻഡ് വാങ്ങിയാൽ മാത്രമല്ല എനിക്കത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വാങ്ങാനുള്ള എമൗണ്ട്, അതിനെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, എനിക്കത് അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ്, ആ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷനെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണാം. ഞാനത് വാങ്ങിച്ചാൽ മാത്രമാണ് എനിക്കത് വിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് അതിനകത്തേക്കുള്ള കോസ്റ്റ് ഏതാ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇനി ആ ലാൻഡിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, മതിൽ കെട്ടുകയോ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, അതൊക്കെ എന്താണ്, ഈ എക്സ്പെൻസ് തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയ പൈസയാണ്. സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയല്ലേ, ചിലവാകുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, എക്സ്പെൻസാണ്. അതേപോലെ ആ സ്ഥലത്തിലേക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതും നമുക്ക് എക്സ്പെൻസാണ്. അപ്പോൾ ഈ 2 എക്സ്പെൻസ് നമ്മുടെ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഐ തിങ്ക് ദ കോൺസെപ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. സപ്പോസ് യു പർച്ചേസ്ഡ് എ പ്രോപ്പർട്ടി ഓഫ് 10 lakh. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 10 lakh റുപ്പീസിൻ്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങി. അപ്പോൾ അതെന്താണ്, നമ്മൾ വാങ്ങിച്ച വില, അതിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയാം. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 15 lakh റുപ്പീസിന് അത് വിൽക്കുകയാണ്. സോ അതെന്താണ്, ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സ്. ഇനി ഓൾസോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യു ഇൻക്വേർഡ് 15,000 ആസ് ബ്രോക്കറേജ്.
ആ 15,000 എന്താണ്? സെല്ലിംഗ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ആ സെല്ലിംഗ് എക്സ്പെൻസിന് എന്ത് ചെയ്യണം? ഗ്രോസ് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്ത് കളയണം. കണ്ടോ ഇവർ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ആ 15 lakh, അതായത് വിറ്റ് കിട്ടിയ പൈസയിൽ നിന്ന് നമ്മുടെ ആ ഒരു ബ്രോക്കറേജ് മൈനസ് ചെയ്തിട്ട് 14.5 lakh. അതാണ് എന്ത്? നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ്. ഇനി ഓക്കെ, ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അവിടെ നമുക്ക് ആ ഒരു എക്സാമ്പിൾ നോക്കി, അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എടുക്കണ്ട, സീറോ ഇമ്പ്രൂവ്മെൻറ്റ് എടുക്കുകയേ വേണ്ട. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എല്ലാ കേസിലും ഉണ്ടാവും, പക്ഷേ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് മിക്ക കേസിലും ഉണ്ടാവണം എന്നേ നിർബന്ധമില്ല. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, STCG എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനെ ഷോർട്ടാക്കി അവർ എഴുതിയേക്കുന്ന കേട്ടോ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നെറ്റ് സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്തിട്ടുള്ള 4.5 lakhs ആണ്. ഈ 4.5 lakhs ആണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ എഴുതുക. ഐ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ഇലസ്ട്രേഷൻ 1 ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ 1/7/2023. 1/7/2023 മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യാണ്. എത്ര രൂപ കൊടുത്തു? 13,000 രൂപയാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ അതെന്താ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇറ്റ് വാസ് സോൾഡ് ഓൺ 12/12/2023 ഫോർ ₹15,000. 15,000 rupeesനാണ് ഈ ഒരു വാട്ട് വി ക്യാൻ സേ ഫർണിച്ചർ അതിനെ വിറ്റത്. അപ്പോൾ ആ ഒരു 15,000 എന്ന് പറയുന്ന എമൗണ്ടാണ് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആണോ ഗ്രോസ് സെയിൽസ് പ്രൊസീഡ്സ് ആണോ? ഗ്രോസ് സെയിൽസ് പ്രൊസീഡാണ്. കാരണം എന്താ? അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ് ആയ 500 ഡിഡക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടുള്ളൂ. അതെപ്പോഴും ഓർത്തോളണം. ഇനി ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? സെയിൽസ് പ്രൊസീഡ്സ് തന്നിട്ടുണ്ട് 15,000, ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് കിട്ടും. ആ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് എന്താ അവർ ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇലസ്ട്രേഷൻ 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്.